ആഹാ, അനന്തേട്ടനായിരുന്നോ? എന്തായി? അത് ഇവിടെ എന്തോ അത്ഭുതം നടന്നു എന്നാണല്ലോ നീ പറഞ്ഞത്. പിന്നെ തോമസ് സാറിനെ കണ്ടപ്പോ അതിന്റെ സന്തോഷമൊന്നും കണ്ടില്ല. നിനക്കൊരു മാറ്റമില്ല കണ്ണാ? മാറ്റം ഉണ്ടോന്ന് ചോദിച്ചാ ദേ ഇത്രയും മാറ്റമുണ്ട്. മഹി, കണ്ണാ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പരസഹായം ഇല്ലാതെ ഇതുപോലെ നടക്കാം. എന്നിട്ട് എന്താണ് എന്നോടൊന്നും പറയാതിരുന്നത്? ഇത്രയും സമയം മനുഷ്യനെ വെറുതെ ടെൻഷനാക്കി. ഇന്നലെ രാത്രി അനന്തേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണേട്ടന്റെ ബർത്ത്ഡേ കേക്കിന് ഒരു കഷ്ണം കഴിക്കായിരുന്നു. ഇപ്പോഴും അത് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് തോമസ് സാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിടയ്ക്ക് മാർക്കോയെ വിളിച്ചായിരുന്നു. അപ്പോഴാ അവൻ ഇന്നലെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞത്. ഭാഗ്യമൊക്കെ ഇവിടെ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊള്ളാനാ അവൻ എന്നോട് പറഞ്ഞത്. ഇന്നലെ രാത്രി സംഭവബഹുലമായിരുന്നടാ. എനിക്ക് വേണ്ടി ഇന്നലെ രാത്രി മാറ്റിവെച്ച തോമസ് സാറിന് നിരാശനാവേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മരുന്ന് ഫലിക്കുന്നില്ല എന്നൊരു തോന്നല് അദ്ദേഹത്തിനും എനിക്കും ഒക്കെ ഉണ്ടായി. അതിനിടയിലാ ഇയാളെ ആരെ തട്ടിക്കൊണ്ടുപോയെന്ന് സ്വപ്നം കണ്ടതും ഞാൻ എഴുന്നേറ്റ് നടന്നതും. ഇനി കണ്ണേട്ടൻ നടന്നു മല കയറുന്നാ പറയുന്നേ. അല്ല, അത്രയും സാഹസം കാണിക്കണോടാ? അയ്യപ്പസ്വാമിക്ക് ഞാൻ നടന്ന് മല കയറണമെന്ന് തന്നെയാ. പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എന്തിനാ അയ്യപ്പ സന്നിധിയിൽ പോയി നിൽക്കുന്നത്? അത് ദൈവം നിന്നയാ. അതുകൊണ്ട് മാർക്കോയ്ക്കും സാഗറിനും ലോപ്പസിനൊപ്പം ഇനി നടന്ന് മല കയറാനാ എന്റെ തീരുമാനം. അല്ല, മഹിയുടെ അമ്മയൊക്കെ ഇത് അറിഞ്ഞായിരുന്നോ? ഹേയ് ഇല്ല, ഞങ്ങള് നേരെ വീട്ടിലോട്ടാ പോകുന്നേ. അവിടെ ചെന്നിട്ട് അനന്തേട്ടൻ കണ്ട പോലെ അമ്മയും കാണട്ടെ കണ്ണേട്ടൻ നടന്നു വരുന്നത്. എടാ, ഈ പുണ്യസ്ഥലത്ത് വന്നതുകൊണ്ടാ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ തോമസ് സാർ പറയുന്നത് ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാ. അത് 100% സത്യം.